എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഡി എന്നാലും ഇതെങ്ങനെ ഒപ്പിച്ച് നീ? അതൊക്കെ ഒപ്പിച്ച മോളെ, എങ്ങനെയാണെന്ന് പറയടി. അതൊക്കെ ഞാൻ നാളെ പറയാം വിശദമായിട്ട്. എവിടെ സംസാരിച്ചാൽ ശരിയാവില്ല. ഓക്കെ. അവരോട് എത്തിയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ച്. നീ എന്തായാലും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ ഇത്രയും ടൈമായിട്ട്. അതിനിടയിൽ മയ്യേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഡി എനിക്ക് വിളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ചേച്ചി അങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നെ ഞാനാണെന്ന് അച്ഛനും അമ്മയും അറിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവൻ പോലും ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ടാണ് വിളിക്കാണ്ടിരുന്നത്. ആയിക്കോട്ടെ ഡി, ആർക്കും ഡൗട്ട് ഉണ്ടാവരുത്. അത് നോക്കി നീ. എടാ മുത്തശ്ശനെ അധികമൊന്നും പറയുന്നില്ല, മിണ്ടുന്ന പോലുമില്ല. അച്ഛനും അമ്മയോടും മുത്തശ്ശിനോടൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. മായേച്ചി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ ഷോക്കിലവിടെ എല്ലാവരും. ഞാനും ആദ്യം കേട്ടപ്പോൾ ഞെട്ടിയിരുന്നു. പിന്നെ നീ എന്തെങ്കിലും ഒരു വഴിയാണെന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ആശ്വാസം മനസ്സിലുണ്ടായിരുന്നു. ഇനി ഏട്ടനെത്തിയാൽ എന്തൊക്കെ ഉണ്ടാവും എന്തോ, അതോർത്ത് എനിക്ക് പേടി. ശ്രേയ തന്റെ ഭയം ശില്പയോട് പറഞ്ഞു. ശില്പ തന്നെ ദേഷ്യമുള്ളിൽ കടിച്ചമർത്തി. തന്റെ നിർബന്ധത്താൽ ശ്രേയ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവിടെ ഉള്ളിൽ മായേച്ചിയോട് വല്ലാത്ത സ്നേഹമാണെന്ന് ശില്പക്ക് അറിയാമായിരുന്നു. സമയം വരട്ടെ, അത് മതി, ഞാൻ ഇല്ലാതാക്കും. എല്ലാം ഒന്ന് കയ്യിൽ ഒതുങ്ങട്ടെ. അപ്പൊ ബാക്കിയെല്ലാം താൻ വിചാരിച്ച പോലെ വരും. അശോകേട്ടാ, നിങ്ങൾക്ക് എന്താ ഇത്ര ആലോചന? വൈകിട്ട് യശോദ ഒരു കപ്പ് ചായയുമായി സിറ്റൗട്ടിലേക്ക് വന്നപ്പോൾ അശോകൻ വല്ലാത്ത ആലോചനയിലാണ്. ഏയ് ഒന്നുമില്ലടോ, ഞാനിന്ന് മാധവന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഓർക്കുകയായിരുന്നേ. എത്ര ആലോചിച്ചിട്ട് എന്താ സംഭവിച്ചെന്നൊരു സൂചനയും കിട്ടുന്നില്ല. എവിടെയോ എന്തൊക്കെയോ പൊരുത്തക്കേട്. അതെന്താ അശോകേട്ടാ അങ്ങനെ തോന്നാൻ കാരണം? ഏയ് ഒന്നും അറിയില്ലടോ, എനിക്കങ്ങനെ തോന്നി. ഒരു ദിവസം കൊണ്ട് സ്ത്രീയെ മറക്കാൻ ആ കുട്ടി കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രയും അടുപ്പമേ അവർ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയായിട്ടാ ഞാനും ചിന്തിച്ച്. നിങ്ങൾക്ക് കേട്ട് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? നീ എന്താടി ഈ പറയുന്നത്? കേട്ട് തെറ്റിപ്പോവാൻ ഞങ്ങൾ പോയൊരു പൊട്ടന്മാരാണ്. ഞാനും അച്ഛനും ഏട്ടനും പോരാത്തിന് ഇന്ദ്രനും ഉണ്ട്. പിന്നെ എങ്ങനെയാ കേട്ട് തെറ്റിപ്പോകുന്നത്? അങ്ങനെയല്ല അശോകേട്ടാ, വിശ്വസിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അല്ലാതെ ഒന്നുമല്ല. ആ കുട്ടി ആ വീട്ടിൽ അത്രയ്ക്ക് പാവാ. എല്ലാവരോടും സ്നേഹവും ബഹുമാനവും നല്ലോണം ഉണ്ട്. ആ കുട്ടിക്ക് ഇങ്ങനെ തോന്നി എന്നാണാവോ? യശോദ വീണ്ടും വേദനയിൽ പറഞ്ഞു. അറിയില്ല, എന്തോ ഉണ്ടാവും. എന്തായാലും അവള് സോമാനസാല പറഞ്ഞില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. പാവം ശ്രീ ഇനി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമാവോ? അത് തന്നെയാടി എന്റെയും പേടി. അവന്റെ അവസ്ഥ എന്താവും എന്തോ. അതോർത്തിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. നമ്മുടെ ഇന്ദ്രനെ പോലെയല്ലേ നമുക്ക് അവനും. അതെ അശോകേട്ടാ, അവനും നമുക്ക് മകനാ. അവന്റെ മനസ്സ് വേദനിക്കുമ്പോൾ നമുക്ക് വേദനിക്കും. പിന്നെ ഇതൊക്കെ അറിഞ്ഞ മുതൽ ഏഴതിയും ശ്രേയും വല്ലാത്ത സന്തോഷത്തിലാണ് തോന്നുന്നു. എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവരുടെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാ. അത് ഞാനും ചിന്തിച്ചു. ഞങ്ങൾ വന്നപ്പോൾ ഏട്ടൻ കാര്യം പറയുമ്പോൾ അവരുടെ മുഖത്തെ മാറ്റം ഞാനും കണ്ടിരുന്നു. ഇനി അവരുണ്ടാവുന്നതിന്റെ പിന്നില് ശ്രീഹരി മായയുടെ അനിയത്തി വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയതല്ലേ ഏടത്തിയും ശ്രേയും. അപ്പൊ മായയുടെ ഈ മാറ്റത്തിന് പിന്നില് അവരുടെ ബുദ്ധി ഉണ്ടാവുമോ എന്തോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അശോകേട്ടാ. ശ്രീയുടെ കാര്യം ഇപ്പൊ എനിക്ക് പേടിയുള്ളൂ. അതിന് നീ വിഷമിക്കണ്ട. ഇന്ദ്രനുണ്ടല്ലോ എല്ലാത്തിനും. ആകെ ഒരു സമാധാനം അവനുള്ളതാ. സ്ത്രീയെ സമാധാനിപ്പിക്കാൻ അവൻ മതി. അവൻ നോയിക്കോളും എല്ലാം. അതാ എൻ്റെ ഒരു ആശ്വാസം. അവന് ഏട്ടെന്നാ ജീവന, തിരിച്ച് ശ്രീക്കും അങ്ങനെയാ. അതെ. എന്നാ അശോകേട്ടാ ഞാൻ അവിടെ ചെല്ലട്ടെ, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അശോകനൊന്ന് മൂളി. യശോദ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങി അകത്തേക്ക് നടന്നു. മോനെ ഇന്ദ്ര. വല്ലാത്തൊരു ടെൻഷനോടെ ഇന്ദ്ര ഹാളിലിരിക്കുമ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ട് വിളിക്കുന്നത്. മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് ഇന്ദ്രൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. വാ, നീ ഇവിടെ ഇരിക്കേ. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് അവനോട് അരികിലിരിക്കാനായിട്ട് പറഞ്ഞു. എന്നാ മുത്തശ്ശ? അവൻ എപ്പോഴാ എത്തുക? രാത്രി എത്തും മുത്തശ്ശ. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നു അവനോട്? ഇല്ല മുത്തശ്ശ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തോ നടന്നിട്ടുണ്ടെന്ന് ഏട്ടന് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ പറയാൻ നിന്നാ ഞാൻ. അപ്പോഴേക്കും മീറ്റിംഗ് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ വിളിച്ചില്ല. കുറച്ചു മുമ്പ് അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. പറയാഞ്ഞത് എന്തായാലും നന്നായി. അവൻ ഇവിടെ എത്തിയിട്ട് അറിഞ്ഞോട്ടെ കാര്യങ്ങളൊക്കെ. അത് നീ തന്നെ പറയണം മോനെ. ഞാനെങ്ങനെയാ മുത്തശ്ശ? എനിക്കറിയില്ല എങ്ങനെ പറയുന്നു. എനിക്കതൊക്കെ ഓർക്കുമ്പോഴേ ടെൻഷൻ വന്നിട്ട് വയ്യ. അത് തന്നെയാ എൻ്റെയും സങ്കടം. എൻ്റെ കുഞ്ഞിനോട് ഈ കാര്യം പറയാൻ ഈ കിളവിന് കഴിയില്ല മോനെ. അദ്ദേഹം വേദനയോടെ ഇന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മുത്തശ്ശ? അതേ മോനെ, എൻ്റെ കുട്ടി ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന ദിവസമായത്. 1-2 വർഷങ്ങളല്ല, ഒരുപാട് വർഷങ്ങൾ. അങ്ങനെ ആഗ്രഹിച്ച് കാത്തിരുന്ന അവനോട് ഞാൻ എന്താ പറയുക, എങ്ങനെയാ അവതരിപ്പിക്കുക? അദ്ദേഹത്തിന്റെ ശബ്ദമിടറി. മറ്റാരെക്കാളും വേദനയും സങ്കടവും ഈ കാര്യത്തിൽ മുത്തശ്ശൻ അനുഭവിക്കുന്നുണ്ടെന്ന് ആ മുഖം കണ്ടപ്പോൾ ഇന്ദ്രന് മനസ്സിലായി. മുത്തശ്ശൻ വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞോളാം ഏട്ടനോട്. എല്ലാത്തിനും കൂടെ നിന്നോളാം.
മുത്തശ്ശന്റെ മനസ്സിലുള്ള അതേ പേടിയും സങ്കടവും ഇന്ദ്രന് തോന്നിയെങ്കിലും കുറച്ചൊരു ധൈര്യം സംഭരിച്ച് അവൻ മുത്തശ്ശന്റെ കൈകൾ പിടിച്ചു. മുത്തശ്ശ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ സംശയ. എന്താ മോനെ, പറ. അതെ, മുത്തശ്ശ മായയുടെ മുഖം ശ്രദ്ധിച്ചോ? അവളെ കൊണ്ട് ഇതെല്ലാം ആരോ പറയിപ്പിക്കുന്ന പോലെയാ അവളുടെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നിയത്. അതേ മുത്തശ്ശ, ഇത്രയും വർഷങ്ങൾ ഇഷ്ടത്തോടെ ഏട്ടന് വേണ്ടി കാത്തിരുന്നിട്ട് പെട്ടെന്നൊരു ഏട്ടനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് മായ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ തക്കതായ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഏട്ടന് ഇഷ്ടമല്ലെന്ന് പറയുമ്പോഴും അവളുടെ ശബ്ദം ഇടറിയത് മുത്തശ്ശൻ ശ്രദ്ധിച്ചോ? അങ്ങനെയുണ്ടോ മോനെ? അതേ മുത്തശ്ശ, എനിക്ക് തോന്നിയതാണെന്നറിയില്ല, എന്നാലും ഉണ്ട്. എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും മുത്തശ്ശന് സംശയത്തോടെ ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ ഉണ്ടാവും മോനെ. അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു മുത്തശ്ശ. എവിടെയെന്തോ ചതി നടന്നിട്ടുണ്ട്, അത് ഉറപ്പാ. നമുക്ക് നോക്കാം മോനെ. ആദ്യം അവൻ വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ പറയാം. അവനോട് കൂടി ആലോചിച്ചിട്ട് നമുക്ക് അന്വേഷിക്കാം. ശരി മുത്തശ്ശ, ഏട്ടൻ വരട്ടെ. നീ ഇതേക്കുറിച്ച് ഇവിടെ ആരോടൊന്നും പറയണ്ട കേട്ടോ. ഇല്ല മുത്തശ്ശ, ഞാൻ ആരോടൊന്നും പറയുന്നില്ല. അതെന്താ വെച്ചാ ഞങ്ങളറിയാത്ത പുതിയ വിശേഷം ഞങ്ങളോടും കൂടി പറയും. ഉമ്മ ഹാളിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചോ. ശ്രീധന അവരെ കടുപ്പിച്ചോ നോക്കി സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി. കണ്ടില്ലേ, അച്ഛന് ഞാൻ ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല. അതെങ്ങനെയാ? ഉമ്മ പറയുന്നത് ചോദിക്കുന്നത് തെറ്റായിട്ട് മാത്രമല്ലേ ഇപ്പോഴും ഇവിടെയുള്ളവർ കാണുന്നത്? അവസാനം ഞാൻ പറയുന്നത് ഇവിടെ നടക്കാറുള്ളൂ. ഉമ്മ പറഞ്ഞുകൊണ്ട് മുഖം കൂട്ടി. മോനെ ഇന്ദ്ര, എന്നാലും ആ പെണ്ണ് അങ്ങനെ പറഞ്ഞല്ലോ, വല്ലാത്തൊരു അഹങ്കാരം തന്നെയല്ലേ? അച്ഛൻ പോയതിന് പിന്നാലെ മുഖത്തെ സങ്കടവും വെറുപ്പും ഭാവിച്ച് ഉമ്മ ഇന്ദ്രന്റെ അരികിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. എന്റെ അപ്പച്ചി എനിക്കൊന്നും അറിയില്ല. നിനക്കല്ലെങ്കിലും ഒന്നും അറിയില്ലെന്ന് അപ്പച്ചിക്ക് അറിയാം. നീ ഒരു പാവാ. അപ്പച്ചി, ഞങ്ങൾ ഭീകരമൊന്നല്ല, ഞങ്ങളും പാവങ്ങൾ തന്നെയാ. ശ്രേയ ഈർഷ്യയോട് അവർക്കിടയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഉമ്മയൊന്ന് പരിങ്ങി. പാവം, അത് ശരിക്കും കാണിച്ചല്ലോ നീ. ശ്രീമംഗലം തറവാട് നല്ല പേരല്ലേ ഉണ്ടാക്കി തന്ന്. അപ്പൊ തന്നെ മനസ്സിലായി നിന്റെ പാവത്തരം. ഉമേ മതി, ഇതൊക്കെ ഏത് മക്കൾക്കും സംഭവിക്കാം. അതുകൊണ്ട് വലിയ അഹങ്കാരമൊന്നും വേണ്ട. എന്റെ ഏടത്തി വെറുതെ ഓരോന്ന് പറഞ്ഞ് കഷ്ടപ്പെടേണ്ട. മക്കളെ നല്ല രീതിയിൽ വളർത്തി എങ്ങനെയൊന്നും സംഭവിക്കില്ല. പറ്റിപ്പോയ തെറ്റ് മറക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു ഒഴിയാതെ ഇവളെ വേഗം ആ ചെക്കനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്ക്. പിന്നെയുള്ള ശ്രീമോൻ, ആ പെണ്ണിന് നല്ലൊരു ജീവിതം കൊടുക്കാൻ ശ്രീ ഇറങ്ങിയപ്പോ പെണ്ണിന് അഹങ്കാരം. എന്തായാലും ആ മഹിയുടെ ബാക്കിയല്ലേ, എല്ലാം കണക്കാ. ഇനി എന്നെ പറഞ്ഞിരുത്താൻ നിൽക്കാതെ അവളുടെ അനിയത്തിയെങ്കിൽ അനിയത്തി. അപ്പച്ചി മതി, മഹിയേട്ടനെ ഇങ്ങനെ കുറ്റം പറയാൻ നിൽക്കണ്ട. എനിക്കറിയാം നന്നായിട്ട് മഹിയേട്ടനെ. അതെനിക്ക് മനസ്സിലായി, അതാണല്ലോ നീ അറിയിച്ചെന്ന്. അത് കേട്ടത് ശ്രേയ ഒന്ന് പതറി. കണ്ടോ എടുത്തി, ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എടുത്തിന് മോൾക്കൊരു കൂസലുമില്ലല്ലോ. എന്നെ വല്ലാണ്ട് പഠിപ്പിക്കാൻ വേഗം അങ്ങ് നടത്താൻ നോക്ക്. ഇനി വരുന്ന നാണക്കേടെങ്കിലും ഒഴിവാക്കാം. പത്മവും ശ്രേയവും പറഞ്ഞതിന് ഉമ്മ ഒറ്റ ഉയർപ്പിന് പറഞ്ഞു നിർത്തി അവിടെ നിന്ന് എഴുന്നേറ്റു. പത്മയും യശോദയടക്കം എല്ലാവരും ഉമ്മയുടെ വാക്ക് കേട്ട് പരസ്പരം നോക്കിയതല്ലാതൊന്നും പറഞ്ഞില്ല. മോനെ ഇന്ദ്ര, വേണ്ടവല്ലേ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഓരോ സംസാരിച്ച സമയം കളയണ്ട. ഏട്ടനൊന്ന് എത്തിക്കോട്ടെ, ബാക്കി എന്നിട്ട്. പത്മ എന്തോ പറയാനായി വന്നു. ഇന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്ക് പോയി. ഇതേ സമയം മറ്റൊരിടത്ത്. നിവിൻ, ഞാൻ വീടെത്താനായി, ഒരു 15 മിനിറ്റ് അതിനുള്ളിലെത്തും. ഓക്കെ ശ്രീ, താനിവിടുന്ന് ഇറങ്ങിയതാകും മൂഡ് ഓഫ് ആയിട്ടല്ലേ, അവിടെ ഞാൻ വിളിച്ചു നോക്കിയത്. ഇറ്റ്സ് ഓക്കെ നിവിൻ, നോ പ്രോബ്ലം. ഓക്കെടാ, എന്നാ ഞാൻ വിളിക്കാം. നിവിന്റെ കോൾ കട്ടായതും ശ്രീഹരിയുടെ ഫോൺ ഡിസ്പ്ലേയിൽ മായയുടെ പുഞ്ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു. ശ്രീഹരി തന്റെ കാർ ഒരു വശത്ത് ഒതുക്കി നിർത്തി ഡിസ്പ്ലേയിൽ കാണുന്ന മായയുടെ മുഖത്തേക്ക് ഇമവെട്ടാതെ നോക്കി. ഒരു നിമിഷം അവളുടെ പുഞ്ചിരി കണ്ടതും അവന്റെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു. പെണ്ണേ, ഇന്നലെ മുതൽ ഞാൻ നിന്നെ വിളിക്കുകയല്ലേ, കോൾ പോലും കിട്ടുന്നില്ലല്ലോ. അതിന് മാത്രം എന്താ നിനക്ക് സംഭവിച്ചത്? സ്ത്രീയേട്ടനില്ലാത്ത ജീവിതം ഈ ജന്മം എനിക്കില്ലെന്ന് പറഞ്ഞ് നിനക്കിന്ന് എന്റെ ശബ്ദം പോലും കേൾക്കാൻ താല്പര്യമില്ലാതായോ? ഇത്ര പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് നോവ് ചൊരിയാൻ എന്റെ പെണ്ണിനെ എങ്ങനെ സാധിക്കുന്നു? പറയൂ പെണ്ണേ. ഈ ചിരി പോലും എന്നെ ഇപ്പോൾ തകർത്ത് കളയുന്നു. ഓരോന്നോർത്ത് അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുളുമ്പി. വയ്യ, ഉടനെ വീട്ടിലെത്തണം. ശ്രീഹരി നിറഞ്ഞ കണ്ണുകൾ അമൃത്തി തുടച്ച് കാറ് മുന്നോട്ടെടുത്തു. ലക്ഷ്മി നിലയത്തിൽ അന്നത്തെ ദിവസം ഒരു മരണ വീടെന്ന പ്രതീതിയായിരുന്നു. ആർക്കും ഒന്നിനും ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ. മാധവൻ നേരത്തെ തന്നെ റൂമിൽ കയറിയിരുന്നു. ശോഭ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും അദ്ദേഹം വന്നില്ല. മയ്യയും ശില്പയും കഴിക്കാൻ വിളിച്ചപ്പോൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നെ ഭക്ഷണം വന്ന് കഴിച്ചു. ശിവാനിക്കും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. മായയുടെ കാര്യമാണെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യജന്മ ആ വീട്ടിലുള്ള പോലും എല്ലാവരും മറന്ന മട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ശിവാനി ഡോറിന്റെ അടുത്ത് വന്ന് ചേച്ചി ഒന്ന് എത്തി നോക്കി പോവും. അല്പം ഭക്ഷണം എടുത്തിട്ട് അവളുടെ അടുത്ത് നിന്നിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞയച്ചു. ചേച്ചി കൂട്ടിന് അവളുടെ അരികിലേക്ക് പോകാൻ ആഗ്രഹമേറെയുണ്ടെങ്കിലും അമ്മയുടെ ദേഷ്യത്തോടെയുള്ള മുഖം ഓർക്കുമ്പോഴേ അവൾ പിന്തിരിയും. കാരണം ഈ ഒരവസ്ഥയിൽ അമ്മയെ ധിക്കരിച്ച് ചേച്ചിയുടെ അരികിലേക്ക് പോയാൽ അതിനും കൂടെയുള്ള തന്റെ ചേച്ചിയെ കിട്ടുമെന്നുള്ളത് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചിയെ ഓർത്ത് വേദനിക്കാനല്ലാതെ അവൾക്ക് മറ്റൊന്നിനും കഴിയില്ലായിരുന്നു. ഇല്ലടാ, ഞാനിത് വിശ്വസിക്കില്ല. അവൾക്ക് ഒരിക്കലും തന്നെ വേണ്ടെന്ന് പറയാൻ കഴിയില്ല, അതെനിക്ക് ഉറപ്പാ. ഞാൻ സ്നേഹിച്ച എന്റെ മായക്ക് ഇങ്ങനെയൊരു മനസ്സ് അതുണ്ടാവില്ല. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാവും. ശ്രീഹരി വീട്ടിൽ വന്ന് കയറിയതും മറ്റാർക്കും മുഖം കൊടുക്കാതെ അവൻ നേരെ പോയത് ഇന്ദ്രന്റെ റൂമിലേക്കാണ്.
ഇന്ദ്രന്റെ റൂമിലെത്തിയതും അവൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഞെട്ടലോടെയാണ് ശ്രീഹരി കേട്ടത്. ഇന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞതും ശ്രീഹരി പൊട്ടിത്തെറിച്ചു. ഏട്ടാ അതേടാ, ഞാൻ പറഞ്ഞ സത്യ. അവൾക്ക് ഇങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഒന്നുകിൽ നിങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുകയാണ്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്. ഏട്ടാ ഞാൻ പറഞ്ഞ സത്യ, പക്ഷെ ഏട്ടൻ പറഞ്ഞ പോലെ ഇതിന്റെ പിന്നിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ മനസ്സും പറയുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കണം. ഇന്ദ്ര, മായ അവള്... ശ്രീഹരി വേദനയോടെ അവിടെയുള്ള സോഫയിലേക്ക് ഇരുന്നു. ഏട്ടനിങ്ങനെ ടെൻഷനാവില്ലേ? പോയി റെസ്റ്റ് എടുക്കുക, നമുക്ക് നാളെ സംസാരിക്കാം. ഏട്ടനെ സോഫയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു. കണ്ടെത്തണം ഇന്ദ്ര, കാരണം എന്തായാലും ഇതിന്റെ പിന്നിൽ ആരായാലും വെറുതെ വിടില്ല ഞാൻ. ഏട്ടൻ ചെല്ല്, നമുക്ക് കണ്ടെത്താം. മോനെ ശ്രീ, ഭക്ഷണം എടുത്തു വെക്കട്ടെ? ഇന്ദ്രൻ റൂമിൽ നിന്ന് ശ്രീഹരി പുറത്തേക്ക് ഇറങ്ങിയതും അമ്മ അവന്റെ മുന്നിലേക്ക് വന്നിട്ട് ചോദിച്ചു. ഒന്നും മറുപടി പറയാതെ അവരെ കടുപ്പിച്ചു നോക്കി അവൻ റൂമിലേക്ക് പോയി. തൊട്ടരികിൽ ഒരു പേടിയോടെ ശ്രേയ ഉണ്ടായിരുന്നു. അമ്മേ. ശ്രീഹരി റൂമിലേക്ക് പോയതും ശ്രേയ അമ്മയുടെ കയ്യിൽ പിടിച്ചു. എനിക്ക് പേടിയാവുന്ന അമ്മ ഏട്ടനെ കണ്ടിട്ട്. പേടിക്ക്, എല്ലാം നീ ഒറ്റൊരുത്തി ഉണ്ടാക്കി വെച്ചല്ലേ, അപ്പൊ നീ തന്നെ പേടിക്കണം. അമ്മേ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ അവിടെ ഭ്രാന്തിന് കൂടെ നിൽക്കേണ്ടെന്ന്. അത് അവസാനം നിനക്ക് മാത്രം ദോഷം ചെയ്യാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അനിയത്തി എന്ന ജീവനായ ഏട്ടന് അനിയത്തെ കാണാൻ പോലും താല്പര്യമില്ല. എന്റെ അമ്മേ, ഇപ്പോഴുള്ള ദേഷിക്ക് ഏട്ടന്റെ മനസ്സിൽ നിന്ന് മാറും അധികം വൈകാതെ. അവൾ ഈ വീട്ടിൽ വന്ന് കയറിയ ഏട്ടന്റെ ജീവിതം തന്നെ മാറും. അമ്മ നോയിക്കോ. അപ്പൊ ഇന്ന് നീ പറഞ്ഞ അവളായിട്ട് പിണക്കാണെന്നല്ലേ? അത് അവളൊന്ന് പരിങ്ങി. ഓഹോ, അപ്പൊ നിന്റെ എല്ലാ കാര്യത്തിനും കൂട്ടിരിക്കുന്ന ഈ അമ്മയും കൂടി നീ പറ്റിക്കുകയാണല്ലേ? അയ്യോ അങ്ങനെയല്ല അമ്മ, അവളൊരു പാവ. അമ്മയ്ക്ക് അത് നേരി കാണാം. ഇപ്പൊ അമ്മ ഈ മോളോട് ക്ഷമിക്ക്. ശരി, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നോട് പറയാത്തായിട്ട്? ഇല്ലമ്മേ, ഒന്നുമില്ല. ഇല്ലെങ്കിൽ നിനക്ക് തന്ന് വേഗം പോയി ഉറങ്ങാൻ നോക്ക്. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് ശ്രേയ റൂമിലേക്ക് പോയി. ഈശ്വര, ഇനി ഈ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവോ എന്തോ മനസ്സാൽ പറഞ്ഞുകൊണ്ട് പത്മ റൂമിലേക്ക് നടന്നു. രാത്രി 12 മണി കഴിഞ്ഞതും മായ ഉറങ്ങാതെ കിടക്കുമ്പോഴാണ് തന്റെ അടുത്തേക്ക് വാതിൽ തുറന്നാരോ വരുന്നതായി കണ്ടത്. ആദ്യം ശിവയാണെന്ന് കരുതിയെങ്കിലും അത് ശില്പയായിരുന്നു. ചേച്ചി. അവളുടെ ശബ്ദം കേട്ടതും മനസ്സിലെ വേദന കടിച്ചമർത്തി മായ എഴുന്നേറ്റിരുന്നു. ഇനി എന്താ നിനക്ക് വേണ്ടത്? എന്റെ ജീവനാണോ? അതാണെങ്കിൽ ഇപ്പൊ തന്നെ തീർത്തേക്ക്, ആർക്കും പരാതി ഉണ്ടാവില്ല. ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി, എനിക്ക് വേണ്ടി ഒരു സഹായം കൂടെ ചേച്ചി ചെയ്യണം ഇപ്പൊ തന്നെ. എന്താ പറഞ്ഞോ? മറ്റൊന്നുമില്ല, ശ്രീയേണ്ണ ഇപ്പൊ ചേച്ചി വിളിക്കണം. ഇപ്പോഴോ? എന്തിന്? ശ്രീയേണ്ണ ഇപ്പോഴും ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് വിശ്വാസമില്ലെന്നാ തോന്നുന്നത്. ചേച്ചി ആരോ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കാണെന്നാ ശ്രീയേട്ടൻ കരുതിയിരിക്കുന്നത്. അതങ്ങനെ കരുതുള്ളൂ. എന്നെക്കാൾ കൂടുതൽ അറിയുന്ന ഒരാളാ ശ്രീയേട്ടൻ. അത് നിനക്കൊന്നും അറിയില്ല ശില്പ. കാരണം ശ്രീയേട്ടനെയും ആയുടെയും പ്രണയം അങ്ങനെയാ. ആ പ്രണയത്തിൽ മംഗലേൽപ്പിക്കാൻ ആരും ശ്രമിച്ചാലും നടക്കില്ല. നടക്കണം. സമയനിയും വൈകിക്കൂടാ. ഇപ്പൊ തന്നെ ചേച്ചി ശ്രീയേട്ടനെ വിളിച്ച് പറഞ്ഞിരിക്കണം. അത് എങ്ങനെയാണെന്ന് ചോദിക്കേണ്ട. ഇല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചേച്ചി അച്ഛന് മാത്രമല്ല അമ്മയെയും കാണില്ല. അറിയാലോ എന്റെ സ്വഭാവം. ശില്പ പറഞ്ഞു കേട്ടതും മായ വല്ലാത്തൊരു പേടിയോടെ ശില്പയെ തുറിച്ചു നോക്കി. ഞാൻ പറഞ്ഞോളാം, പോരെ? അത് മതി ചേച്ചി, എനിക്ക് വിശ്വാസാ. ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ചെയ്തിരിക്കും. അതേപോലെ തന്നെ ആ ചേച്ചിയുടെ ഈ അനിയത്തിയും ചെയ്യുന്ന കാര്യങ്ങളെ പറയുള്ളൂ, പറയുന്ന കാര്യങ്ങളെ ചെയ്യുള്ളൂ. അത് മറക്കണ്ട. എനിക്ക് ശ്രീയേട്ടനേക്കാൾ വലുതല്ല അച്ഛനും അമ്മയും, അത് മറക്കണ്ട. ശില്പ അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും അവൾ അവസാനം പറഞ്ഞ ആ വാക്കുകളിൽ മായയുടെ മനസ്സ് കുടുങ്ങിക്കിടന്നു. മയ്യയും ശില്പയെ എത്ര വാത്സല്യത്തോടെയാണ് നോക്കിയിരുന്നത്. മയ്യ ഉണ്ടായതിനു ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ശില്പയുണ്ടായത്. ഭംഗിയുള്ള പൂവിനെ പോലെ ഒരു കുഞ്ഞു പൂവ്. ചേച്ചി എന്നാൽ അവൾക്ക് അമ്മ തന്നെയായിരുന്നു. അമ്മയേക്കാൾ കൂടുതൽ ഇഷ്ടവും സ്നേഹവും എന്നും തന്നോടായിരുന്നു. രാത്രി പോലും തന്റെ ചൂട് പറ്റിയായിരുന്നു അവൾ ഉറങ്ങിയിരുന്നത്. അമ്മയ്ക്ക് അതൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ തറയിലും വെക്കാത്താൻ നോക്കിയ തന്റെ അനിയത്തി ഇന്ന് മായയുടെ ഹൃദയം നേറി. അവളിപ്പോൾ മറ്റേതോ ലോകത്താണ്. എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നതെന്നറിയാത്ത അവസ്ഥയിലൂടെയാണ് അവൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആഗ്രഹിച്ച് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്നുള്ള ഓർമ്മയിൽ മായ ഒന്ന് നടുങ്ങി. മാധവേട്ട ഉറങ്ങിയോ? ഏയ് ഇല്ല ശോഭേ. എന്നാലും വേണ്ട ശോഭേ, അതൊന്നും നീ ഓർക്കണ്ട. നീ ഉറങ്ങാൻ നോക്ക്. മാധവൻ ശോഭയോട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു. മായയുടെ തേയും കരയുന്ന മുഖം ആ സമയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒഴുകിയെത്തി. അവൾക്ക് സ്ത്രീയെ ശരിക്കും ഇഷ്ടമില്ലാത്തതാണോ, അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ അറിയാത്ത എന്തെങ്കിലും വിഷമം അവൾ കൊണ്ടു നടക്കുന്നുണ്ടോ? മാധവന്റെ മനസ്സ് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ കുടുങ്ങി നിന്നു. എത്ര ചിന്തിച്ചിട്ട് എവിടെ എത്തുന്നില്ല. ഉറക്കം വരുന്നില്ലെങ്കിലും കണ്ണുകളടച്ച് അദ്ദേഹം വെറുതെ കിടന്നു. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ശോഭയിൽ ആ ചിന്തകൾ മാത്രമായിരുന്നു. മറ്റുള്ളവരോട് സ്നേഹവും ബഹുമാനം ആവോളം കൊണ്ടുനടന്ന മകൾ ശ്രീമംഗലം വീട്ടുകാരോട് എതിർത്ത് സംസാരിച്ച് എന്തിനു വേണ്ടി? അവർ പോലും ഞെട്ടിയിട്ടുണ്ടാവില്ലേ? ഉണ്ടാവുമെന്നല്ല, ഉണ്ട്. ആ മുഖങ്ങളിൽ കണ്ടതല്ലേ. ശോഭയിൽ ഓരോന്നോർത്തും ഒരു നെടുവീർപ്പിൽ അവരെല്ലാം ഒതുക്കി. രാത്രി ഏറെ വൈകിട്ട് ഉറങ്ങാതെ ശ്രീഹരി
രാത്രി ഏറെ വൈകിട്ട് ഉറങ്ങാതെ ശ്രീഹരി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയായിരുന്നു. മനസ്സുവല്ലാതെ കൈവിട്ട അവസ്ഥയിലായിരുന്ന ആ സമയങ്ങളിൽ അവൻ എവിടെയും ഉറച്ചു നിൽക്കുന്നില്ല. ആകെ ഭ്രാന്തി പിടിച്ച പോലെ. ഇടയ്ക്കിടയ്ക്ക് തന്നെ ഒരു സമാധാനത്തിന് വേണ്ടി മായയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. അവളുടെ ഫോണിലേക്ക് കോൾ പോകുന്നില്ലെങ്കിലും അവന്റെ വിളി വീണ്ടും പോയിക്കൊണ്ടിരുന്നു. എത്രയും വേഗം ഒന്ന് നേരം പുലർന്നിരുന്നെങ്കിലെന്ന് അവൻ അതിയായിട്ട് ആഗ്രഹിച്ചു. ഈ രാത്രി പുലർന്നാൽ മാത്രമേ തന്റെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള ഓരോ ചിന്തകളിൽ നിൽക്കുമ്പോഴാണ് അവന്റെ ഫോൺ റിങ് ചെയ്ത്. ഒരു നിമിഷം കയ്യിലെ ഫോണിലെ ഡിസ്പ്ലേയിൽ തെളിഞ്ഞ ആ പേരും മുഖവും കണ്ടതും ഇതുവരെ അവൻ അനുഭവിച്ച എല്ലാ വേദനകളും മറന്നവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഏറെ പ്രതീക്ഷയോടെ അവിടെ പ്രണയമൊഴികൾക്കായി കാതോർത്ത് അവന്റെ ഉള്ളിലേക്ക് തീമഴ പോലെ അവിടെ വാക്കുകൾ വർഷിച്ചു. അവൾ എന്താണോ പറഞ്ഞ് താൻ എന്താണോ കേട്ടെ എന്ന് പോലും അറിയാത്ത കുറച്ച് നിമിഷങ്ങൾ അവന്റെ ഹൃദയം നീറി, കണ്ണുകൾ നിറഞ്ഞു, ശരീരം വിറച്ചു. ശ്രീയേട്ടൻ കേട്ടല്ലോ അല്ലേ? കേട്ടു. ഉള്ളിലെവിടുന്ന് അവന്റെ ഇടറിയ ശബ്ദം പുറത്തേക്ക് വന്നു. അവന്റെ ആ വാക്ക് കേട്ടതും മായ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് എറിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മായ നിലത്തേക്ക് ഊർന്നു വീണു. അടിപൊളി. അപ്പൊ ചേച്ചി കാര്യങ്ങൾ ഓരോന്ന് അതിനനുസരിച്ച് സംസാരിക്കാൻ അറിയാം. മായ ഫോൺ കട്ട് ചെയ്തും പുറത്തേക്ക് പോയ ശില്പ തിരികെ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ മായ ശില്പയെ നോക്കുക മാത്രം ചെയ്തു. ചേച്ചിക്ക് അറിയണ്ട, ചേച്ചിക്ക് പ്രശാന്തേട്ടൻ നല്ലൊരു ജീവിതം തരും. അത്രയ്ക്ക് ഇഷ്ടമാണ് ചേച്ചിയെ പ്രശാന്തേട്ടന്. അപ്പൊ ഓക്കെ ചേച്ചി, ഗുഡ് നൈറ്റ്. അതെ, പിന്നെ ഈ കാര്യങ്ങളൊന്നും അച്ഛനും അമ്മയും ശ്രീയേട്ടനോ അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാലും സ്ഥിതി ഞാൻ പറഞ്ഞൊക്കെ തന്നെയാവും കേട്ടോ, മറക്കണ്ട. അത് പറഞ്ഞ് ശില്പ പോയതും മായ വാതിലടച്ച് ലോക്ക് ചെയ്തു. ഈശ്വര, ഞാൻ എന്താ എൻ്റെ ശ്രീയേട്ടനോട് പറഞ്ഞു? ഇത്രയും നാൾ കണ്ണൊന്ന് നിറയാതെ ഹൃദയമൊന്ന് വിങ്ങാതെ എന്നെ കാത്തു സൂക്ഷിച്ച എൻ്റെ ശ്രീയേട്ടനോട് ഞാൻ ആ മനസ്സിലെ വേദന നിമിഷം ഞാൻ അറിഞ്ഞു? ഇല്ല, ഒരിക്കലുമില്ല. ശില്പയുടെ വാക്കിയിട്ട് ഞാൻ എന്താ എൻ്റെ ശ്രീയേട്ടനോട് പറഞ്ഞു? ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കാൻ തനിക്കോ ശ്രീയേട്ടനോ കഴിയും? അത്രയും സ്നേഹം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, കണ്ണൊന്ന് നിറഞ്ഞ കരൾ പിടഞ്ഞേറുന്ന വേദന ഉണ്ടാവും പരസ്പരം. അത് കണ്ടറിഞ്ഞതാ, അനുഭവിച്ചറിഞ്ഞതാ. എന്നിട്ടും മായ്ക്ക് തലവല്ലാതെ പൊട്ടുന്ന പോലെ തോന്നി. നിലത്തുനിന്ന് എഴുന്നേറ്റ് ബെഡിലേക്ക് ഇരുന്നു. തികട്ടി വന്ന വിതുമ്പൽ അടക്കി നിർത്തി അവൾ. ഹൃദയം പൊട്ടിപ്പിളരുന്ന വേദന ആ നിമിഷം അവളിൽ അനുഭവപ്പെട്ടെങ്കിലും പിന്നീട് അവളുടെ കണ്ണുകൾ ലേവലേശം നിറഞ്ഞതേയില്ല. മനസ്സാകെ മരവിച്ച പ്രതീതിയായിരുന്നു അവളിൽ ആ സമയം നിറഞ്ഞു നിന്നത്. വേണ്ട, കരയണ്ട, ഒന്നും വേണ്ട. അതെല്ലാം ഒരു ശാപമായി തന്നെ അനിയത്തിയുടെ ജീവിതത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതൊരിക്കലും ഉണ്ടാവരുത്. എല്ലാം നല്ലതിന് മാത്രം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കിടന്നു. ഇന്ദ്ര, നിനക്ക് ഇറങ്ങാനായില്ലേ? സമയം പോകുന്നു. താ വരുന്നേട്ടാ. രാവിലെ ശ്രീഹരി ഇന്ദ്രന്റെ റൂമിന് മുമ്പിൽ ചെന്ന് അവനെ വിളിച്ചതും അവൻ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ഏട്ടാ പോവാ. ആ വേഗം വാ. ഇന്ന് ഓഫീസിൽ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അരമണിക്കൂറിനുള്ളിൽ അവൻ എത്തുമെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. ഏട്ടാ, നമ്മൾ നേരെ ഓഫീസിലേക്കാണ് പോകുന്നത്? ശ്രീഹരിയുടെ കൂടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇന്ദ്രൻ ചോദിച്ചു. അതെ, പിന്നെ എങ്ങോട്ടാ? അത് മായയുടെ അരികെ പോകണ്ടേ? എന്തിന്? ഏട്ടനെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഇന്ന് മായ കണ്ട് സംസാരിക്കുന്നതിന് രാത്രി ഏട്ടൻ പറഞ്ഞല്ലേ? അത് നീ ഇതുവരെ വിട്ടില്ലേ? ഞാനത് അപ്പോഴേ മറന്നു. നീ വേഗം വരാൻ നോക്ക്. ശ്രീഹരി ഇന്ദ്രനെ നോക്കി പറഞ്ഞുകൊണ്ട് കോടിപ്പടി വേഗത്തിൽ ഇറങ്ങി. ഏട്ടാ? ശ്രീഹരി പറഞ്ഞൊന്നും മനസ്സിലാവാതെ ശ്രീഹരിയെ വിളിച്ചുകൊണ്ട് പിന്നാലെ ഇന്ദ്രനും ഇറങ്ങി. ശ്രീ കഴിക്കാനെടുത്തു. വാ. ഇന്ദ്രൻ എവിടെ? വേണ്ട ചെറിയമ്മേ, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം. ഇന്ന് കുറച്ച് അർജന്റുണ്ട്. മോനെ ശ്രീ. ആ മുത്തശ്ശ, ഞങ്ങൾ പോയി വരാം. ഇന്ന് കുറച്ച് ബിസിയാ. അതെ, മുത്തശ്ശൻ ഇന്നലത്തെ ആലോചന ഉറപ്പിച്ചോളൂ കേട്ടോ. എനിക്ക് സമ്മതമാണ്. ബാക്കിയുള്ള മുത്തശ്ശനും അച്ഛനും ചെറിയച്ഛനും തീരുമാനിച്ചോളൂ. മുത്തശ്ശനെ നോക്കിയൊരു പുഞ്ചിരിയോടെ ശ്രീഹരി പറഞ്ഞു കേട്ട് ഇന്ദ്രൻ അവനൊരു ഞെട്ടലോടെ ഉറ്റുനോക്കി. വീട്ടിൽ നിന്നിറങ്ങി കാറിൽ കയറിയിട്ടും ഇന്ദ്രന്റെ ഞെട്ടൽ മാറിയിരുന്നില്ല. സാധാരണ ഓഫീസിലെത്തുന്നവരെ വാതോര എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നവൻ മൗനമായപ്പോൾ ശ്രീഹരി തലയിരിച്ചെന്ന് ഇന്ദ്രനെ നോക്കി. എന്താണ് ഇത്ര വലിയ ആലോചന? ഏയ് ഒന്നുമില്ല ഏട്ടാ. പറയടാ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പല ലവ് കേസിലും പെട്ടോ നീ? ഏട്ടാ വേണ്ട കേട്ടോ, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കണ്ട. എന്താടാ ഞാനിതിനെ അഭിനയിക്കുന്നത്? ആവും നിന്റെ മുമ്പില്? നമുക്ക് ഈ അഭിനയൊന്നും വശമില്ലല്ലോടാ. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എത്തുമായിരുന്നില്ലേ? അല്ലേടാ? ആയിക്കോട്ടെ, എന്നാ വിട്ടു പോരെ. അങ്ങനെ പറയല്ലേ. തന്റെ പ്രശ്നം എന്താണെന്ന് പറ. എനിക്കൊരു പ്രശ്നമല്ല. ഇന്നലെ രാത്രി ഏട്ടൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? ഏട്ടാ കളിക്കല്ലേ. ഞാൻ മായയുടെ കാര്യം ചോദിച്ചത്. മായക്കെന്താ? അത് കേട്ടോ ഇന്ദ്രന്റെ മുഖം കെടുത്തു. ഒന്നുമില്ല, ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഏട്ടനൊന്നും കേട്ടിട്ടില്ല, പോരെ. ഇന്ദ്രൻ ശ്രീഹരിയെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കണ്ണുകൾ വായിച്ചു. ഇന്ദ്ര വേണ്ട ഏട്ടാ, നമ്മൾ പരസ്പരം അതിനെ കുറിച്ചൊന്നും സംസാരിക്കണ്ട. എന്തുകൊണ്ടാ അതാ നല്ലത്. പിന്നെ ശ്രീഹരി ഒന്നും പറഞ്ഞില്ല. കാരണം അവന്റെ മനസ്സ് തനിക്ക് നന്നായിട്ട് മനസ്സിലാവും. തനിക്ക് എന്ത് ടെൻഷൻ ഉണ്ടായാലും അത് അതേപോലെ ഏറ്റെടുക്കുന്നവനാണ് ഇന്ദ്രൻ. താനൊന്നും പറയാതെ തന്നെ അറിയാം ഈ ഒരു സംഭവത്തിൽ അത്രത്തോളം വിഷമം അവനും ഉണ്ടെന്ന്. അതുകൊണ്ട് മായ ഇന്നലെ രാത്രി പറഞ്ഞ കാര്യങ്ങൾ ഇന്ദ്രൻ എന്നല്ല ആരും അറിയണ്ട. അവൾ തന്നെ വേണ്ടെന്ന് പറഞ്ഞാലും അവളെ ആരും വെറുപ്പോടെ കാണേണ്ട. രാവിലെ ശില്പയുമായുള്ള വിവാഹത്തിന് സമ്മതം പറഞ്ഞ് അത് അതേപോലെ ആവട്ടെ. അതിലപ്പുറം ആരും ഒന്നും മനസ്സിലാക്കേണ്ട.
ഓഫീസിലെത്തിയിട്ട് ഇന്ദ്രനൊന്നും മിണ്ടാതെ വണ്ടിയിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് കയറിപ്പോയി. അത് കണ്ടതും ശ്രീഹരിക്ക് വല്ലാത്തൊരു വേദന തോന്നി. ഡാ, ശ്രീഹരി കാറ് പാർക്ക് ചെയ്താനോ വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടി. ശ്രീഹരിയുടെ വിളി കേട്ടതും ഇന്ദ്രൻ നിന്നു, പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. ഇന്ദ്ര, താനും കൂടി എന്നെ ഇങ്ങനെ മനസ്സിലാക്കാതെ പെരുമാറില്ലേ? ഏട്ടാ, അങ്ങനെയല്ല. ഇന്നലെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു പോയതാ. സോറി. ഏട്ടൻ അതിനെ കുറിച്ചൊന്നും പറയില്ലെങ്കിൽ എനിക്കും അറിയണ്ട. ആ സംഭവം അങ്ങനെ തീരട്ടെ. അതേടാ, അല്ലെങ്കിലും ആ സംഭവത്തിനെ കുറിച്ച് ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ടും ആരെ കണ്ടിട്ടും കാര്യമില്ല. അത്രത്തോളം അകലങ്ങളിലേക്ക് അത് ഒഴുകിപ്പോയിരിക്കുന്നു. ഏട്ടാ, ഞാൻ സാറില്ല, പോട്ടെ. എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ നീ എന്ന അനിയനുള്ളപ്പോൾ ഒരു കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല, ഇനി ഉണ്ടാവുകയും ചെയ്യില്ല. ശ്രീഹരി അവനെ നോക്കി പറഞ്ഞതും ഇന്ദ്രനൊരു പുഞ്ചിരിയോടെ ഏട്ടനെ ചേർത്ത് പിടിച്ച് ഓഫീസിലേക്ക് നടന്നു. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.